വിശദമായ വാർത്തയിലേക്ക്. അമൃതാനന്ദമയിക്കെതിരെ വിമർശനവുമായി മുഖ്യമന്ത്രി. അമൃതാനന്ദമയി ശബരിമല കർമ്മസമിതി യോഗവേദി പങ്കിടാൻ പാടില്ലായിരുന്നുവെന്ന് മുഖ്യമന്ത്രി. അമൃതാനന്ദമയിയെ ആരാധിക്കുന്നവർക്ക് പോലും ഇത്തരം വേദി പങ്കിടുന്നത് ഇഷ്ടമായിട്ടില്ല. അമൃതാനന്ദമയിയെ തെറ്റായ പാതയിലേക്ക് തള്ളിവിടാനുള്ള ശ്രമം സംഘപരിവാർ നേരത്തെ നടത്തിയിരുന്നു. അതിൽ കുടുങ്ങാതെ മാറി നിൽക്കാനുള്ള ആർജവം നേരത്തെ അമൃതാനന്ദമയി കാണിച്ചിരുന്നു. എന്നാൽ ഇപ്പോഴത്തെ സംഭവം ആ പ്രതിച്ഛായയ്ക്ക് മങ്ങലേൽപ്പിച്ചു. അടുത്ത കാലം വരെ സ്ത്രീ പ്രവേശനത്തെ അമൃതാനന്ദമയി അനുകൂലിച്ചിരുന്നുവെന്നും മുഖ്യമന്ത്രി പ്രതിവാര സംവാദ പരിപാടിയായ നാം മുന്നോട്ടിൽ പറഞ്ഞു. അമൃതാനന്ദമയിയെ ആരാധിക്കുന്ന വിശ്വസിക്കുന്ന ധാരാളം ആളുകൾ കേരളത്തിലും പുറത്തുമുണ്ടല്ലോ. യഥാർത്ഥത്തിൽ അവർ പോലും ഇഷ്ടപ്പെടുന്നൊരു കാര്യമല്ല. അവരെ തെറ്റായ വഴിയിലേക്ക് തള്ളിവിടാൻ സാധിക്കുമോ എന്ന് നോക്കുന്ന ഒരു സംഘം തുടക്കം മുതലേ അവരെ ചുറ്റിപ്പറ്റി നിൽക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. അത് ആരാണെന്ന് എല്ലാവർക്കും അറിയാം, സംഘപരിവാറിൻ്റെ ഭാഗമായിട്ടുള്ളവർ. പക്ഷെ അതിലൊന്നും കുടുങ്ങാതെ നിൽക്കാനുള്ള ആർജവം നേരത്തെ അവർ നല്ലതുപോലെ കാണിച്ചിരുന്നു. പക്ഷെ ഈ സംഭവം ആ നേരത്തെ ഉള്ള സമീപനത്തിന് മങ്ങലേൽപ്പിക്കാനുണ്ടായിട്ടുള്ളത്. അത് എന്തിൻ്റെ പേരിലായാലും, അത്രയേ ഞാനിപ്പോൾ പറയുന്നുള്ളൂ, എന്തിൻ്റെ പേരിലായാലും ആ വേദി പങ്കിടാൻ പാടില്ലായിരുന്നു അവർ. ടി ജെ സജിത്ത് വാർത്തയുടെ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. സജിത്ത്, അമൃതാനന്ദമയി ശബരിമല കർമ്മസമിതി യോഗവേദി പങ്കിട്ടതിനെ മുഖ്യമന്ത്രി ഏത് രീതിയിലാണ് വിമർശിച്ചിരിക്കുന്നത്? അയ്യപ്പ കർമ്മസമിതി ശബരിമല കർമ്മസമിതിയുടെ പരിപാടിയിൽ അമൃതാനന്ദമയി പങ്കെടുത്തതിനെതിരെ നേരത്തെ കോടിയേരി ബാലകൃഷ്ണൻ അടക്കമുള്ള ഇടതു നേതാക്കൾ രൂക്ഷമായ വിമർശനം ഉന്നയിച്ചിരുന്നു. പക്ഷേ മുഖ്യമന്ത്രി ഇതാദ്യമായിട്ടാണ് ഈ വിഷയത്തിൽ ഒരു പ്രതികരണം നടത്തുന്നത്. അമൃതാനന്ദമയിയുടെ നടപടി അങ്ങേയറ്റം തെറ്റായിപ്പോയി എന്നതാണ് മുഖ്യമന്ത്രിയുടെ പ്രതികരണം. പ്രത്യേകിച്ച് മുഖ്യമന്ത്രി പറയുന്നത് അമൃതാനന്ദമയിയുടെ ഭക്തർ, വലിയ രീതിയിലുള്ള ഭക്തർ ഈ നടപടിയെ ഇഷ്ടപ്പെടുന്നില്ല. മുൻകാലങ്ങളിലും സംഘപരിവാർ സംഘടനകൾ അമൃതാനന്ദമയിയെ ഇത്തരത്തിൽ തെറ്റായ രീതിയിലേക്ക് വലിച്ചിഴയ്ക്കുന്നതിന് വേണ്ടി ശ്രമങ്ങൾ നടന്നിരുന്നു. അന്ന് അതിനെ പ്രതിരോധിച്ചു. പക്ഷേ ഇപ്പോൾ അതിനുള്ള ആർജവം അമൃതാനന്ദമയി കാട്ടിയില്ല എന്നതാണ് മുഖ്യമന്ത്രി ചൂണ്ടിക്കാണിക്കുന്ന കാര്യം. ഇത് വലിയ തെറ്റായിപ്പോയി എന്നതാണ് മുഖ്യമന്ത്രി പറയുന്നത്. എന്തിൻ്റെ പേരിലായാലും ഈ പരിപാടിയിൽ പങ്കെടുക്കരുതായിരുന്നു അമൃതാനന്ദമയി എന്നതാണ് മുഖ്യമന്ത്രി നിലപാട് പ്രഖ്യാപിച്ചുകൊണ്ട് പറയുന്നത്. മുഖ്യമന്ത്രിയുടെ പ്രതിവാര വാർത്താ ചർച്ചാ പരിപാടിയായ നാം മുന്നോട്ടെന്ന പരിപാടിയിലാണ് മുഖ്യമന്ത്രി ഈ ഒരു നിലപാട് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ശക്തമായ ഒരു വിമർശനമാണ് അമൃതാനന്ദമയി ഈ പരിപാടിയിൽ പങ്കെടുത്തതുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി മുന്നോട്ട് വയ്ക്കുന്നത്. ഒപ്പം തന്നെ വനിതാ മതിൽ പരിപാടിയുടെ തുടർ നിലപാടുകൾ മുഖ്യമന്ത്രി ഇന്നത്തെ ഈ പരിപാടിയിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതായത് വനിതാ മതിലിന് തുടർ നീക്കങ്ങൾ ഉണ്ടാവും, സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് അത്തരം നീക്കങ്ങൾ ഉണ്ടാവും. പാഠപുസ്തകത്തിലടക്കം സ്ത്രീ ശാക്തീകരണത്തിൻ്റെ പ്രസക്തി അടക്കം ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള ഉള്ളടക്കങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പുതിയ നീക്കങ്ങൾ ഉണ്ടാകുമെന്ന് മുഖ്യമന്ത്രി പ്രഖ്യാപിക്കുന്നു. ഒപ്പം തന്നെ വരാൻ പോകുന്ന സംസ്ഥാന ബജറ്റിൽ സ്ത്രീ ശാക്തീകരണത്തിനും സ്ത്രീ പുരുഷ തുല്യതയ്ക്കും വേണ്ടിയുള്ള ചില സുപ്രധാന പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്ന സൂചനയും മുഖ്യമന്ത്രി ഇന്നത്തെ ഈ പരിപാടിയിൽ പ്രതികരിക്കുന്നുണ്ട്. ശരി സജിത്ത്, അമൃതാനന്ദമയിക്കെതിരെ വിമർശനമാണ് മുഖ്യമന്ത്രി ഉയർത്തിയിരിക്കുന്നത്. അമൃതാനന്ദമയി ശബരിമല കർമ്മസമിതി യോഗവേദിയിൽ പങ്കിടാൻ പാടില്ലായിരുന്നുവെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത്. ടി ജി സജിത്താണ് വിശദാംശങ്ങൾ നൽകിയത്. നമ്പി നാരായണന് പത്മഭൂഷൺ കൊടുത്തതിനെതിരെ ബിജെപി പാളയത്തിൽ നിന്ന് തന്നെ കടന്നാക്രമണം. ബിജെപിക്കൊപ്പം നിൽക്കുന്ന മുൻ ഡിജിപി ടി പി സെൻകുമാർ നമ്പി നാരായണനെതിരെ കടുത്ത ആരോപണങ്ങളുമായി വാർത്താസമ്മേളനം വിളിച്ചു. നമ്പി നാരായണൻ കുറ്റവിമുക്തനായിട്ടില്ലെന്നും പുരസ്കാരം അമൃതിൽ വിഷം വീണതുപോലെയാണെന്നുമാണ് ആരോപണം. അടുത്ത വർഷം ഗോവിന്ദചാമിക്കും മറിയം റഷീദയ്ക്കും പത്മ നൽകുമോ എന്നും സെൻകുമാർ ചോദിച്ചു. സെൻകുമാർ പറയുന്നതെല്ലാം അബദ്ധങ്ങളാണെന്നായിരുന്നു നമ്പിനാരായണന്റെ മറുപടി. അതേസമയം നമ്പിനാരായണന്റെ പേര് സംസ്ഥാന സർക്കാർ ശുപാർശ ചെയ്തിട്ടില്ലെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് വ്യക്തമാക്കി. എല്ലാ ആദരവും നിലനിർത്തിക്കൊണ്ട് ആ ജനാധിപത്യ രാജ്യത്തിലെ ഒരു പൗരനുള്ള അവകാശം ഉപയോഗിച്ച് ഞാനൊരു ചോദ്യം ചോദിക്കുകയാണ്. ഒരു സുപ്രീം കോടതി റിട്ടയർഡ് ജഡ്ജി തന്നെ അന്വേഷിക്കാൻ ഏർപ്പെടുത്തിയിരിക്കെ അതിൽ എല്ലാ കാര്യങ്ങളും അവതരിപ്പിക്കാനിരിക്കെ ഒരു നടപടിയെടുത്തത് തീർച്ചയായിട്ടും അമൃതിൽ വിഷം ചേർത്ത ഒരു രീതിയായിപ്പോയി എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇന്നലെ നമ്പി നാരായണന് പത്മഭൂഷൺ ലഭിക്കുമ്പോൾ അത് രാജ്യം മാപ്പ് പറഞ്ഞതുപോലൊരു വികാരമാണ് ഉണ്ടാക്കിയത്. കാൽ നൂറ്റാണ്ട് മുഴുവൻ ചാരനെന്ന് മുദ്രകുത്തി വേട്ടയാടിയ ആളോട് രാജ്യം ചോദിച്ച ക്ഷമാപണം. പക്ഷേ ഇന്ന് നേരം പുലർന്നതോടെ വികാരം മാറുകയാണ്. ബിജെപി പാളയത്തിൽ അടുത്ത കാലത്തെത്തിയ ടി പി സെൻകുമാറാണ് പതിറ്റാണ്ടുകൾ പഴകിയ വൈരം അടങ്ങിയിട്ടില്ലെന്ന് വ്യക്തമാക്കിയത്. കടുത്ത വാക്കുകളായിരുന്നു സെൻകുമാർ ഉപയോഗിച്ചത്. ഈ വർഷം വിട്ടുപോയ മറിയം റഷീദയ്ക്കും പത്മവിഭൂഷൺ തന്നെ കിട്ടുമോ എന്ന് എനിക്ക് പ്രത്യാശയുണ്ട്. ഈ വർഷം വിട്ടുപോയതാണ്.
ISROയിൽ നടന്ന കാര്യങ്ങൾ കോടതി പരിശോധിച്ചു കഴിഞ്ഞിട്ടില്ലെന്നാണ് സെൻകുമാറിന്റെ വാദം. സെൻകുമാറിന്റെ ആരോപണത്തിന് കടുത്ത ഭാഷയിലാണ് നമ്പിനാരായണന്റെ മറുപടി. ചാരക്കേസ് ഉണ്ടാക്കുന്നതിനായി ഗൂഢാലോചന നടത്തിയ കേസിലെ പ്രതിയാണ് സെൻകുമാർ. ഞാനൊരു 1 കോടി രൂപയുടെ കോമ്പൻസേഷൻ സൂട്ട് കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് മിസ്റ്റർ സെൻകുമാർ ഒരു പ്രതിയാണ്. നമ്പിനാരായണൻ എന്തു ചെയ്തിട്ടാണ് പുരസ്കാരം നൽകിയതെന്ന ചോദ്യത്തിനുള്ള ഉത്തരം ഇങ്ങനെ. ഇപ്പോൾ ചോദ്യങ്ങളെല്ലാം ചോദിക്കേണ്ട സ്ഥലം അതാണ്. അവിടെ വേണം ചെന്ന് ചോദിക്കാനായിട്ട്. പിന്നെ ഇങ്ങനെ പബ്ലിക്കായിട്ട് സംസാരിക്കുന്നതിൽ ഒരു കാര്യം ഉണ്ടാവും, ഒന്നുമില്ല. തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് വരുമോ എന്ന ചോദ്യത്തിനും വ്യക്തമായ മറുപടി ഉണ്ടായിരുന്നു നമ്പിനാരായണന്. ഞാൻ തെരഞ്ഞെടുപ്പിൽ നിൽക്കുമോ ഇല്ലയോ എന്നുള്ളത് അവിടെ നിൽക്കട്ടെ. ഞാൻ തെരഞ്ഞെടുപ്പിൽ നിൽക്കുന്നതുകൊണ്ട് പുള്ളിക്കെന്താ കുഴപ്പം? രാഷ്ട്രപതി പ്രഖ്യാപിച്ച പുരസ്കാരത്തിനെതിരെ സെൻകുമാർ രംഗത്തു വന്നത് BJP ക്യാമ്പിനെയും അമ്പരപ്പിച്ചിരിക്കുകയാണ്. സംസ്ഥാന DGP പദവിയിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ടത് മുതൽ പ്രധാനമന്ത്രിക്കും BJPക്കും അനുകൂലമായ പരസ്യ നിലപാടാണ് സെൻകുമാർ സ്വീകരിച്ചിരുന്നത്. ശബരിമല കർമ്മസമിതിയുടെ അമരത്തും സെൻകുമാർ ഉണ്ടായിരുന്നു. ന്യൂസ് 18 തിരുവനന്തപുരം. നമ്പിനാരായണനെതിരായ സെൻകുമാറിന്റെ പരാമർശം അസഹിഷ്ണുതയെന്ന് EP ജയരാജൻ. വാക്കുകൾ അപലപനീയമാണ്. മോഹിച്ച അവാർഡ് കിട്ടാത്തതിന്റെ പ്രശ്നമാണ് സെൻകുമാറിനെന്നും EP ജയരാജൻ പറഞ്ഞു. ഒരു അസഹിഷ്ണുതയാണ് സെൻകുമാർ നടത്തിയത്. എനിക്കപ്പോൾ തോന്നിയൊരു കാര്യം, അദ്ദേഹം കുറച്ചു കാലമായി BJP RSSന്റെ പിന്നാലെയാണ്. ഇതുപോലൊരു പുരസ്കാരം പ്രതീക്ഷിച്ചിട്ടുണ്ടോ എന്ന് സംശയിക്കാം. അപ്പോൾ ആ പുരസ്കാരം കിട്ടാത്തതിലുള്ള നിരാശയാണോ ഈ പുരസ്കാരം വന്നപ്പോൾ അദ്ദേഹം പ്രകടിപ്പിച്ചത് എന്ന് ഞാൻ സംശയിക്കുകയാണ്. സെൻകുമാറിന്റെ പരാമർശത്തിൽ BJP മറുപടി പറയണമെന്ന് മന്ത്രി AK ബാലൻ. BJPയിലെ ഒരു വിഭാഗം നേതാക്കളുടെ അനുമതിയോടെയാണ് സെൻകുമാറിന്റെ പ്രസ്താവനയെന്ന് സംശയിക്കുന്നു. ഗോവിന്ദചാമിയോട് ഉപമിക്കേണ്ട ആളല്ല നമ്പിനാരായണനെന്നും പത്മഭൂഷൺ നൽകി ആദരിച്ച ആളെ മ്ലേച്ഛമായ ഭാഷയിൽ അപമാനിച്ചതിനെതിരെ കേരളം പ്രതികരിക്കണമെന്നും AK ബാലൻ പറഞ്ഞു. BJPയിലെ ഒരു വിഭാഗത്തിന്റെ അറിവോട് കൂടിയിട്ടാണ് മിസ്റ്റർ സെൻകുമാർ മുൻ DGP ഈ രൂപത്തിലുള്ള മ്ലേച്ഛമായ പരാമർശം നടത്തിയത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. മറിയം റഷീദയോടും ഗോവിന്ദചാമിയോടും ഉപമിക്കാൻ പറ്റുന്ന ഒരാളാണോ നമ്മുടെ ഇപ്പോൾ പത്മഭൂഷൺ കിട്ടിയിട്ടുള്ള ശാസ്ത്രജ്ഞൻ? സെൻകുമാറിന്റെ പ്രസ്താവനയിൽ പ്രതികരിക്കാനില്ലെന്ന് BJP. നമ്പിനാരായണന് പത്മഭൂഷൺ നൽകിയത് സ്വാഗതം ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ ചെയ്യുന്നില്ലെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ PS ശ്രീധരൻപിള്ള പറഞ്ഞു. സ്വാഗതത്തിന്റെയോ സ്വാഗതമില്ലായ്മയുടെയോ എതിർപ്പിന്റെ പ്രശ്നമല്ല ഞാൻ പറഞ്ഞത്. നമ്മൾ ഇത്തരം കാര്യങ്ങളിൽ രാഷ്ട്രപതിയെ പോലെ ഉന്നതമായ സ്ഥലത്തിരുന്നുകൊണ്ട് ഒരു വ്യവസ്ഥാപിതമായി അതുപോലെ സംസ്ഥാന സർക്കാരുകളുടെ ലിസ്റ്റെല്ലാം നോക്കിയിട്ടാണ് ചെയ്യുന്നത് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് അതിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആ വിവാദത്തിലേക്ക് ഇപ്പോഴേ ഇടപെടാൻ ആഗ്രഹിക്കുന്നില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടി കേന്ദ്ര നേതാക്കൾ കേരളത്തിലെ സ്ഥാനാർത്ഥികളാകുമെന്ന വാർത്ത തള്ളി CPM. മത്സരിക്കാൻ ഇവിടെ തന്നെ നേതാക്കൾ ഉണ്ടെന്നും കേന്ദ്ര നേതാക്കൾ മത്സരിക്കില്ലെന്നും പോളിറ്റ് ബ്യൂറോ അംഗം S രാമചന്ദ്രൻ പിള്ള. കേരളത്തിൽ മുന്നണി നില മെച്ചപ്പെടുത്തുമെന്നും SRP ന്യൂസ് 18നോട് പറഞ്ഞു. പോളിറ്റ് ബ്യൂറോ അംഗങ്ങളായ പ്രകാശ് കാരാട്ട്, ബൃന്ദ കാരാട്ട്, കേന്ദ്ര കമ്മിറ്റി അംഗം വിജു കൃഷ്ണൻ എന്നിവരിലൊരാൾ കേരളത്തിൽ നിന്ന് മത്സരിക്കുമെന്നായിരുന്നു അഭ്യൂഹം. കാരാട്ടിനെ പാലക്കാട്ടും വിജു കൃഷ്ണനെ കണ്ണൂരിലും പരിഗണിക്കുമെന്നും വാർത്തകളുണ്ടായിരുന്നു. വെറും ഊഹാപോഹങ്ങൾ മാത്രമാണ്. 2-3 ആഴ്ചക്കാലത്തേക്ക് കൂടി ഇത്തരം ഊഹാപോഹങ്ങൾക്ക് മാർക്കറ്റുണ്ട്. ഞങ്ങൾ ഇത് സംബന്ധിച്ച് കേന്ദ്രവും ചർച്ച ചെയ്തിട്ടില്ല, കേരളത്തിലും ചർച്ച ചെയ്തിട്ടില്ല. സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ ആരംഭിച്ചിട്ടില്ല. കേന്ദ്ര സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങളും കോൺഗ്രസിന്റെ അവസരവാദ നിലപാടുകളും തന്നെയാകും പ്രധാന പ്രചരണ വിഷയം. ശബരിമല വിഷയത്തിലും പ്രളയവും നിപയും ഉൾപ്പെടെയുള്ള പ്രതിസന്ധി ഘട്ടങ്ങളിലും സർക്കാരിന്റെ മികച്ച പ്രവർത്തനം തെരഞ്ഞെടുപ്പിൽ ഗുണം ചെയ്യും. കോൺഗ്രസുമായി ദേശീയതലത്തിൽ സഖ്യത്തിന് പ്രസക്തിയില്ലെന്നും SRP. ഇന്നിപ്പോൾ അഖിലേന്ത്യാ അടിസ്ഥാനത്തിലുള്ള ഒരു സഖ്യത്തിനൊന്നും ഇന്ന് സാധ്യതയില്ല, പ്രസക്തിയില്ല. പല പ്രാദേശിക രാഷ്ട്രീയ കക്ഷികളുമാണ്. ചില പ്രാദേശിക രാഷ്ട്രീയ കക്ഷികളായിട്ട് കോൺഗ്രസുമായി ചേരുന്നതിന് പോലും തയ്യാറല്ല. ദേശീയ നേതാക്കൾ മത്സരിക്കില്ലെങ്കിലും ഡൽഹി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന പോളിറ്റ് ബ്യൂറോ അംഗം MA ബേബിയെ മത്സരിപ്പിക്കാൻ ആലോചനയുണ്ട്. കേന്ദ്ര കമ്മിറ്റി അംഗവും ദളിത് ശോഷൺ മുക്തി മഞ്ച് ദേശീയ പ്രസിഡന്റുമായ K രാധാകൃഷ്ണൻ ആലത്തൂരിൽ നിന്ന് മത്സരിക്കും. കേന്ദ്ര കമ്മിറ്റി അംഗം PK ശ്രീമതിക്കും കണ്ണൂരിൽ ഒരവസരം കൂടി നൽകും. സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ KN ബാലഗോപാൽ, P രാജീവ് എന്നിവരും സ്ഥാനാർത്ഥി പട്ടികയിലുണ്ടാകും. VV അരുൺ, ന്യൂസ് 18 തിരുവനന്തപുരം.
ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ കേന്ദ്ര നേതാക്കൾ മത്സരിക്കുമെന്നത് അഭ്യൂഹമെന്ന് സിപിഎം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി. പാർട്ടി ഇക്കാര്യം ആലോചിച്ചിട്ടില്ല. സംസ്ഥാനത്ത് മത്സരം യുഡിഎഫുമായാണ്. മോദി ഭരണകാലത്ത് വായു പോലും സ്വകാര്യവൽക്കരിച്ചെന്നും യെച്ചൂരി പറഞ്ഞു. കേന്ദ്രത്തിൽ തൂക്കുസഭയും കേരളത്തിൽ എൽഡിഎഫിന് തിരിച്ചടിയും പ്രവചിച്ച എക്സിറ്റ് പോൾ ഫലങ്ങൾ കാര്യമാക്കുന്നില്ലെന്നും യെച്ചൂരി കൊച്ചിയിൽ പ്രതികരിച്ചു. But the point is that this is an issue that we have not been discussed at all in our committees at any level. So I don't know where this is emanating from. There is no such discussion that took place either in the Politburo or the Central Committee so far. Which survey said that the BJP will lose in Madhya Pradesh, Rajasthan and Chhattisgarh? So surveys are surveys. They'll be there. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ പിന്തുണയ്ക്കുമെന്ന സൂചന നൽകി സിപിഎം പോളിറ്റ് ബ്യൂറോ അംഗം എസ് രാമചന്ദ്രൻ പിള്ള. മതനിരപേക്ഷ സർക്കാരിനെ കേന്ദ്രത്തിലെത്തിക്കാൻ എല്ലാ പിന്തുണയും നൽകും. 2004 പോലെ മതനിരപേക്ഷ സർക്കാരാണ് അധികാരത്തിൽ വരേണ്ടത്. ബിജെപിയെ ഒഴിവാക്കി നിർത്തുന്നതിൽ കോൺഗ്രസിന് പങ്കുണ്ടെന്നും SRP പറഞ്ഞു. CPM-നെ സംബന്ധിച്ചും ഇടതുപക്ഷങ്ങളെ സംബന്ധിച്ചും ഇടതുപക്ഷങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 3 മുഖ്യ മുദ്രാവാക്യങ്ങളാണ് ഉയർത്തുന്നത്. ഒന്ന്, ജനദ്രോഹ നടപടികൾ തുടർന്നുകൊണ്ടിരിക്കുന്ന BJPയെ പരാജയപ്പെടുത്തണം. 2, ഒരു മതനിരപേക്ഷ ഗവൺമെൻറ് കേന്ദ്രത്തിൽ അധികാരത്തിൽ വരണം. 3, ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ കരുത്ത് വളരണം. ഇത് ഒരു മതനിരപേക്ഷ ഗവൺമെന്റിനെ കേന്ദ്രത്തിൽ അധികാരത്തിൽ കൊണ്ടുവരാനുള്ള എല്ലാ സഹായവും ഞങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാവും. BJP അധികാരത്തിൽ നിന്ന് ഒഴിവാക്കി നിർത്താൻ കോൺഗ്രസിന് ഒരു പങ്കുണ്ട് ഇന്നത്തെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ. അത് ഞങ്ങൾ കാണുന്നു. തെരഞ്ഞെടുപ്പ് അരികെ അത്യപൂർവമായ തിരുത്തലുകൾ ഒഴിച്ചു നിർത്തിയാൽ പൊന്നാനിക്കും മലപ്പുറത്തിനും പേര് ഇടതുകേറാമല എന്നാണ്. പക്ഷേ ഇത്തവണ LDF 2 അപ്രതീക്ഷിത സ്ഥാനാർത്ഥികളെ നിർത്തിയാൽ കാര്യം എങ്ങനെയാകും? പൊന്നാനിയിൽ അട്ടിമറി ജയവും മലപ്പുറത്ത് അഭിമാനമുയർത്തുന്ന പോരാട്ടവുമാണ് ഇടതുമുന്നണി ലക്ഷ്യം വയ്ക്കുന്നത്. ആര് വന്നാലും കുലുങ്ങില്ലെന്ന് പറയുന്ന ലീഗും കരുതലോടെയാണ് നീങ്ങുന്നത്. മലപ്പുറം ജില്ലയിലെ ലോക്സഭാ മണ്ഡലങ്ങളിൽ ഇടതുപക്ഷം ഇതുവരെ ജയിച്ചിട്ടുള്ളത് 4 തവണ മാത്രം. 1962, 67, 71 വർഷങ്ങളിൽ പൊന്നാനിയിലും 2004 മഞ്ചേരിയിലും. 2014 പൊന്നാനിയിൽ ഇടതു സ്വതന്ത്രനായ വി അബ്ദുറഹ്മാൻ ET മുഹമ്മദ് ബഷീറിനെ വിറപ്പിച്ചു. ഭൂരിപക്ഷം 82,784 നിന്നും 25,140 ചുരുക്കാൻ സാധിച്ചു. ഇത്തവണ മികച്ച പോരാട്ടം കാഴ്ചവെക്കുകയല്ല, ഏതു വിധേനയും ജയിച്ചു കയറുകയാണ് ഇടതുപക്ഷം ലക്ഷ്യമിടുന്നത്. ലീഗ് സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്താൻ ശക്തനായ ഒരു സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കുക. അത് ചിലപ്പോൾ ചിഹ്നത്തിലായിരിക്കാം, ചിലപ്പോൾ സ്വതന്ത്രനായിരിക്കാം. INL മുന്നണിയുടെ ഭാഗമായിട്ടുള്ള ആദ്യ തെരഞ്ഞെടുപ്പാണിത്. സീറ്റ് വിഭജനത്തിൽ വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ടി വരികയാണെങ്കിൽ അത് മലപ്പുറം മണ്ഡലത്തിൽ മാത്രമേ സാധിക്കൂ എന്നാണ് CPM നിലപാട്. ഇടതുപക്ഷത്തിന് മികച്ച അടിത്തറയുള്ള പൊന്നാനി മണ്ഡലത്തിൽ ലീഗിനെ മുട്ടുകുത്തിക്കുകയാണ് CPM-ന്റെ പ്രഖ്യാപിത ലക്ഷ്യം. മന്ത്രി KT ജലീൽ, താനൂർ MLA വി അബ്ദുറഹ്മാൻ, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തിരൂരങ്ങാടിയിൽ CPI പിന്തുണയോടെ സ്വതന്ത്രമായി മത്സരിച്ച ഇപ്പോൾ സിഡ്കോ ചെയർമാൻ സ്ഥാനം വഹിക്കുന്ന നിയാസ് പുളിക്കലകത്ത് തുടങ്ങിയവരുടെ പേരുകളാണ് സാധ്യതാ പട്ടികയിൽ മുൻനിരയിലുള്ളത്. 2009 CPI-യിൽ നിന്നും പൊന്നാനി സീറ്റ് ഏറ്റെടുത്തത് മുതൽ ലീഗിനെ തോൽപ്പിക്കാൻ സ്വതന്ത്രയെ മുൻനിർത്തിയാണ് CPM പോരാട്ടം നടത്തുന്നത്. അന്ന് PDP പിന്തുണയോടെ മത്സരിച്ചതിന് CPM നൽകിയ വില വളരെ വലുതായിരുന്നു. ഇക്കുറിയും മലപ്പുറത്തേക്കാൾ CPM ശ്രദ്ധ വയ്ക്കുന്നത് 71 കൈവിട്ട പൊന്നാനി തിരിച്ചുപിടിച്ച് ചരിത്രം കുറിക്കാനാണ്. മലപ്പുറത്തു നിന്നും CV അനുമോദ്, ന്യൂസ് 18. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. രാജ്യം റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ. ഇന്ത്യയുടെ സൈനിക കരുത്തും പ്രൗഢിയും വിളിച്ചോതി രാജ്യം 70ാം റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുന്നു. രാജ്പഥിൽ രാഷ്ട്രപതി പതാക ഉയർത്തിയതോടെയാണ് ചടങ്ങുകൾക്ക് തുടക്കമായത്. ദക്ഷിണാഫ്രിക്കൻ പ്രസിഡന്റ് സിറിൽ റമഫോസയായിരുന്നു മുഖ്യാതിഥി. കനത്ത സുരക്ഷയിലായിരുന്നു 70ാമത് റിപ്പബ്ലിക് ദിനാഘോഷം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പ്രതിരോധ മന്ത്രി നിർമ്മല സീതാരാമനും സൈനിക മേധാവികളും അമർ ജവാൻ ജ്യോതിയിൽ പുഷ്പചക്രം അർപ്പിച്ചു. ദക്ഷിണാഫ്രിക്ക പ്രസിഡന്റ് സിറിൽ റഫാമോസ മുഖ്യാതിഥിയായ ചടങ്ങിൽ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് സല്യൂട്ട് സ്വീകരിച്ചു.
സൈനിക ശേഷിയും സാംസ്കാരിക വൈവിധ്യവും വിളിച്ചോതുന്നതായിരുന്നു പരേഡ്. Is a first in history. Assam Rifles has an all-women contingent led by Major Khushbu Kanwar. നാവികസേനയുടെ പരേഡ് മലയാളിയായ ലഫ്റ്റനന്റ് അംബിക സുധാകരനാണ് നയിച്ചത്. നേതൃത്വം ലഫ്റ്റനന്റ് കമാൻഡർ അംബിക സുധാകർ कर रही है. റെയിൽവേ സുരക്ഷാ സേനയെ നയിച്ചത് തിരുവനന്തപുരം സ്വദേശി അസിസ്റ്റന്റ് കമാൻഡർ ജിതിൻ ബി രാജ് ആയിരുന്നു. വ്യോമാഭ്യാസ പ്രകടനത്തിൽ ഫ്ലൈയിംഗ് ഓഫീസർ രാഖി രാമചന്ദ്രനും അണിനിരന്നു. നിശ്ചല ദൃശ്യങ്ങളിൽ കേരളത്തിന്റെ പങ്കാളിത്തമില്ലായിരുന്നുവെങ്കിലും പ്രളയകാലത്തെ അതിജീവനമായിരുന്നു നാവികസേനയുടെ ടാബ്ലോ. KP അഭിലാഷ്, ന്യൂസ് 18, ഡൽഹി. ജനജീവിതം ദുസ്സഹമാക്കുന്ന അക്രമ സമരങ്ങളും ഹർത്താലുകളും ഇനിയും ഉൾക്കൊള്ളണമോ എന്ന കാര്യത്തിൽ ആത്മപരിശോധന നടത്തണമെന്ന് ഗവർണർ ജസ്റ്റിസ് പി സദാശിവം. പ്രളയാനന്തര പുനർനിർമ്മാണത്തിന് രാഷ്ട്രീയ ഐക്യം അനിവാര്യമാണെന്നും അനാവശ്യ വിവാദങ്ങൾ ഒഴിവാക്കണമെന്നും റിപ്പബ്ലിക് ദിന സന്ദേശത്തിൽ ഗവർണർ പറഞ്ഞു. വിവിധ ജില്ലകളിൽ മന്ത്രിമാർ റിപ്പബ്ലിക് ദിന പരേഡിന് അഭിവാദ്യം സ്വീകരിച്ചു. സ്വർണ്ണവില സർവകാല റെക്കോർഡിൽ. ചരിത്രത്തിൽ ആദ്യമായി സ്വർണ്ണവില ഗ്രാമിന് 3050 രൂപയായി. പവന് 24,400 രൂപയാണ് കേരളത്തിൽ ഇന്നത്തെ വില. രാജ്യാന്തര വിപണിയിലെ വിലക്കയറ്റമാണ് വില വർധനയ്ക്ക് കാരണം. 2012 ഇതിനു മുൻപ് സ്വർണ്ണവില കുതിച്ചത്. ഗ്രാമിന് 3030 രൂപയിലെത്തി അന്ന് വില. അതിലും 20 രൂപ കൂടി ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന നിലയിലാണ് ഇന്ന് വില. രാജ്യാന്തര വിപണിയിലെ ഉയർച്ചയാണ് ഇപ്പോഴത്തെ വിലക്കയറ്റത്തിന് ഒരു കാരണം. വിവാഹ സീസൺ ആയതും ആഭ്യന്തര ഉപയോഗം കൂടിയതും വിപണിയെ സ്വാധീനിച്ചു. കേരളത്തിൽ കഴിഞ്ഞ ഡിസംബർ 31 പവന്റെ വില 23,440 രൂപയായിരുന്നു. 15 ദിവസത്തിനുള്ളിൽ അത് 24,000 കടന്നു. 680 രൂപയുടെ വർധന. 1.5 മാസം കൊണ്ട് പവന് 1,600 രൂപ കൂടി. വില ഇനിയും ഉയരുമെന്നാണ് വ്യാപാരികൾ പറയുന്നത്. ന്യൂസ് 18 തൃശൂർ. സ്വർണ്ണാഭരണ വ്യവസായ മേഖലയിലെ നികുതി വെട്ടിപ്പും കള്ളക്കടത്തും തടയണമെന്ന ആവശ്യവുമായി കേരള ജ്വല്ലേഴ്സ് അസോസിയേഷൻ കോർഡിനേഷൻ കമ്മിറ്റി. ജിഎസ്ടിയിൽ ഒരു വർഷം 40,000 കോടി രൂപയുടെ വ്യാപാരം നടക്കുമ്പോൾ അനധികൃതമായി 2 ലക്ഷം കോടി ഇടപാടാണ് നടക്കുന്നത്. 6,000 കോടി രൂപയുടെ നികുതി നഷ്ടം ഇതുവഴിയുണ്ടാകുന്നു. അനധികൃത മേഖലയെ തളയ്ക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ കാര്യക്ഷമമായി ഇടപെടണമെന്ന് കോർഡിനേഷൻ കമ്മിറ്റി കൺവീനറും മലബാർ ഗ്രൂപ്പ് ചെയർമാനുമായ MP അഹമ്മദ് പറഞ്ഞു. നികുതി മിനിമൈസ് ചെയ്യുക, നികുതി വെട്ടിപ്പ് ഒഴിവാക്കുക. ഏത് രാജ്യം നികുതി വെട്ടിപ്പില്ലോ ആ രാജ്യത്തിന് പുരോഗതിയുണ്ട്. ഇവിടെ നികുതികൾ കൂട്ടി വെക്കുന്തോറും നികുതി വെട്ടിപ്പ് വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു. അതൊരു പാരലൽ ബിസിനസ്സായിട്ട് കാണുന്നു. അതിൽ ഒരുപാട് ആൾക്കാർക്ക് പങ്കുണ്ട്. ഇവിടെ ഇപ്പം കേരളത്തിൽ സെസ്സൊന്നും വേണ്ട, ഒരു സാധനത്തിനും വേണ്ടിയില്ല. അൺഅക്കൗണ്ട് ബിസിനസ് പിടിച്ചാൽ തന്നെ യഥാർത്ഥ നികുതി പൂർണ്ണമായിട്ടും കിട്ടും. GST വന്നതിന് ശേഷം GST പരിശോധിച്ചത് എത്ര എണ്ണം പരിശോധിച്ചു, എത്ര എണ്ണം പിടിച്ചു. GST കൃത്യമായിട്ട് ഈടാക്കിയാൽ തന്നെ സർക്കാരിന് ആവശ്യത്തിലധികം നികുതി പിരിക്കും, നികുതി കിട്ടുകയും ചെയ്യും.